നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ജനപ്രിയന് ജയിൽവാസം. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ് ആലുവ സബ് ജയിലിൽ 523 നമ്പർ തടവുകാരൻ. 14 ദിവസം റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റിയത് കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് ആവശ്യം അംഗീകരിക്കാതെ. ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പ്രതിക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ്. ദിലീപിനെതിരെ ചുമത്തിയത് കൂട്ടമാനഭംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. ഗൂഢാലോചന തെളിഞ്ഞതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളിലും താരത്തിന് തുല്യ പങ്കാളിത്തമെന്ന് പോലീസ്. കുറ്റപത്രത്തിൽ 2ാം പ്രതിയാകുന്ന ദിലീപിനെതിരെ അന്വേഷണ സംഘം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് ശക്തമായ തെളിവുകൾ. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കുന്നുവെന്ന് ദിലീപ്. തെറ്റ് ചെയ്യാത്തതിനാൽ ഭയമില്ല, നിരപരാധിത്വം തെളിയിക്കുമെന്നും ആരോപണങ്ങൾ നിഷേധിച്ച് താരം. അതേസമയം ദിലീപിനെതിരെ ഹാജരാക്കിയത് കൃത്രിമ തെളിവുകളെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ. താരത്തിന് പ്രത്യേക സെൽ നൽകണമെന്ന വാദത്തിനും അംഗീകാരമില്ല. അടവുകൾ പിഴച്ച 19. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിന്റെ അറസ്റ്റിലേക്ക് വഴിവെച്ചത് നിർണായകമായ 19 തെളിവുകൾ. ഗൂഢാലോചന കുറ്റത്തിൽ ദിലീപിന്റെ പങ്ക് അന്വേഷണ സംഘം തെളിയിച്ചത് മഴവില്ലഴകിൽ അമ്മ എന്ന പരിപാടിയിലെ സുനിയുടെ VIP പാസ് മുതൽ കാവ്യ മാധവന്റെ വ്യവസായ സ്ഥാപനമായ ലക്ഷ്യയിലെ CCTV ദൃശ്യങ്ങൾ വരെ നിരത്തി. കേസിന്റെ ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘം മുന്നോട്ട് പോയത് 3 വർഷം മുൻപ് ആരംഭിച്ച ഗൂഢാലോചനയിലെ ഓരോ കണ്ണികളും കൃത്യമായി കൂട്ടിയിണക്കി. കേസിൽ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം തെളിയിക്കുക, നടിയുമായി ദിലീപിനുള്ള വൈരാഗ്യം, ഗൂഢാലോചനയിൽ താരത്തിന്റെ പങ്ക് വ്യക്തമാക്കുക തുടങ്ങി ഉദ്യോഗസ്ഥർ നേരിട്ടത് വലിയ വെല്ലുവിളികൾ. കൃത്യം നടത്താനുള്ള ആദ്യ ഗൂഢാലോചന നടന്നത് 2013 കൊച്ചി MG റോഡിലുള്ള ഹോട്ടൽ അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിൽ രാത്രി 7-നും 8-നും ഇടയിൽ. അമ്മ ഷോ റിഹേഴ്സലിന്റെ ഇടയിൽ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രകോപനത്തിനിടയാക്കിയത് ദിലീപ് കാവ്യ ബന്ധം നടി മഞ്ജു വാര്യരെ അറിയിച്ചത്. ഈ വ്യക്തിവൈരാഗ്യമാണ് ക്രൂരതയിലേക്ക് നയിച്ചതെന്നും അന്വേഷണ സംഘം. കൃത്യം നിർവഹിച്ച ശേഷം സുനി നിർണായക വിവരങ്ങൾ എത്തിച്ചത് കാവ്യയുടെ വസ്ത്രസ്ഥാപനമായ ലക്ഷ്യയിലെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചത് ലക്ഷ്യയ്ക്ക് സമീപമുള്ള സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിൽ നടത്തിയ പരിശോധനയിൽ. എന്നാൽ കൊട്ടേഷന് പണം കൈമാറിയത് ആരെന്നതിൽ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും പോലീസ്. മകനെ കൈവിട്ട് അമ്മ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കൈവിട്ട് സിനിമാ സംഘടനകളും അമ്മയും. താരത്തെ ട്രഷറർ സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി അമ്മ പത്രക്കുറിപ്പ്. സംഘടന ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമെന്നും വിശദീകരണം. കഴിഞ്ഞ പൊതുയോഗത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഖേദമുണ്ടെന്ന് മമ്മൂട്ടി. ദിലീപിനെതിരായ നടപടി. മമ്മൂട്ടിയുടെ വസതിയിൽ ചേർന്ന അമ്മ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ ജനപ്രിയ നായകനെതിരെ യുവതാരങ്ങൾ അടക്കം സ്വീകരിച്ചത് ശക്തമായ നിലപാടുകൾ. സിനിമയിൽ ക്രിമിനലുകൾ കടന്നുകൂടുന്നത് തടയാൻ നടപടി സ്വീകരിക്കുമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ എക്സിക്യൂട്ടീവിൽ അഴിച്ചുപണി നടത്തുമെന്നും മമ്മൂട്ടി. നടിക്ക് നീതി ലഭിച്ചെന്ന് രമ്യ നമ്പീശനും അമ്മ നടപടിയിൽ തൃപ്തിയുണ്ടെന്ന് പൃഥ്വിരാജും. റിലീസിൽ ആശങ്ക. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ താരം നായകനായി പ്രദർശനത്തിനൊരുങ്ങുന്ന ചിത്രങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം. ദിലീപിനെതിരെ ജനരോഷം ഇരമ്പുന്ന സാഹചര്യത്തിൽ താരത്തിന്റെ ചിത്രങ്ങളൊന്നും അടുത്ത കാലത്ത് റിലീസിലെത്തില്ലെന്ന സൂചന. ചിത്രം പ്രദർശിപ്പിച്ചാൽ നാട്ടുകാർ തിയേറ്റർ അടിച്ചു തകർക്കുമോ എന്ന ആശങ്ക പങ്കുവച്ച ലിബർട്ടി ബഷീർ. ദിലീപ് കുടുങ്ങിയതോടെ കുരുക്കിലായത് രാമലീല ഉൾപ്പെടെ 3 ചിത്രങ്ങൾ. അറസ്റ്റോടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന മറ്റു ചിത്രങ്ങളും അനിശ്ചിതത്വത്തിൽ. തിയേറ്റർ മുൻകൂട്ടി ഉറപ്പിച്ച ശേഷം നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന ചിത്രങ്ങളൊക്കെ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ കോടികളുടെ നഷ്ടം സംഭവിക്കുമെന്ന് അണിയറ പ്രവർത്തകർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.